എന്നെ സംഗതി നമ്മളിവിടെ ഈ പൊന്നാനി ഭാഗത്ത് വലിയൊരു ആലിം ജീവിച്ചിരുന്നു പഴയ കാലത്ത്. അദ്ദേഹം ഒരു കുളത്തിലിറങ്ങിയിട്ട് മൂത്രയിക്കുകയും വുളു ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ അശുദ്ധമായ കാരണത്താൽ നമ്പൂരി അയാളുടെ ഓതുണ്ടാക്കൽ കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറയാറുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു തലകെട്ടിങ്ങനെ കെട്ടിയിട്ട് ഒരാളങ്ങോട്ട് കണ്ടപ്പോൾ പറഞ്ഞുത്തരേ അവിടെ നിന്നായിരുന്നോ എന്നാ പൊയ്ക്കോളൂ എന്ന്. വേഷം വലിയ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ്റെ വേഷം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. അപ്പോൾ ഏതായാലും ആലിമീങ്ങളുടെ സിയോട് കൂടിയ നല്ല കുറച്ച് മുത്താലി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ദർസിനെ എല്ലാവരും പിന്തുണക്കണം. അപ്പോൾ കുടുംബസംഗമങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ആരാ മോലേരില്ലെങ്കിൽ പറ്റിയൊരു കുട്ടിനെ മോലേരാക്കണം. വലിയ സമ്പന്നന്മാരുടെ മക്കൾ ആലിമീങ്ങളായി വന്നാൽ നല്ല തന്നെയാണ്. പക്ഷേ ഫക്കീറന്മാരുടെ മക്കൾ ആലിമീങ്ങളായി വന്നതാണ് പാരമ്പര്യം. അല്ല 2-5 സൂപ്പർ മാർക്കറ്റുള്ള ഒരു വാപ്പാൻ്റെ കുട്ടി മൂലയരായാലും ഉമ്മത്തിന് വലിയ ഇജ്ജത്ത് തന്നെ കാര്യം. ആരെ മുമ്പിലും നീച്ചെന്ന് ഓന് കാര്യം പറയാം. കാരണം ഒരു മനുഷ്യൻ്റെ ഉരമാവൂല. അപ്പോൾ വലിയ ഇജ്ജത്ത് തന്നെയാണത്, പരിശ്രമിക്കേണ്ടത് തന്നെയാണത്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ദരിദ്രന്മാരുടെ മക്കളിൽ നിന്നാണ് ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ആലിമീങ്ങൾ വന്ന് കണ്ടിട്ടുള്ളത്. എന്നാളെ ഞാനൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഗവൺമെൻറ് ജോലിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ആലിമീങ്ങൾ വരൽ വളരെ അപൂർവമാണ്. ആരുമില്ല എന്നല്ല, വളരെ അപൂർവമാണ് ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ വരൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. അതിൽ 150 ദിവസമാണ് ആകെ പണിയുള്ളത്. ആ 150 ദിവസം പോകൂല. ഏതെങ്കിലും ഒരു ദിവസം പോയാൽ അന്നൊരു ഒപ്പിടണമെങ്കിൽ കായ് വേറെ കൊടുക്കണം. അതന്നെ കാരണം. ഇതെന്താ വേണ്ടത്? വരുമാനത്തിനനുസരിച്ച് ജോലി ചെയ്യണം. എല്ലാ ജോലിയും ഒരേമാതിരിയല്ല. വലിയ വിദ്യാഭ്യാസമൊക്കെ വേണ്ട ജോലിയുണ്ട്, അതിനനുസരിച്ച് ശമ്പളം ഉണ്ടാവും. ഓൽക്കതിനനുസരിച്ച് ജോലിയും കുറവുണ്ടാവും. എന്നാലും ഉണ്ടല്ലോ, ഏൽപ്പിക്കപ്പെട്ട ജോലി മുഴുവനായും തീർന്ന് എക്സ്ട്രാ ഡ്യൂട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കാനും ഒരാൾ തയ്യാറുണ്ടെങ്കിൽ അവൻ്റെ വരുമാനത്തിൽ ബർക്കത്തുണ്ടാവും. അല്ലെങ്കിൽ അതിൽ ദീനിൽ നിന്ന് നേതൃത്വം നൽകുന്ന ആളുകൾ വരൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എന്തായാലും നാട്ടുകാരായ കുറേ മുത്താലിമീങ്ങൾ ഇവിടെ പഠിക്കുന്നു. മീസാൻ മുതൽ മുത്തഫരീദ് മുതൽ തുടങ്ങിയവരാണ്. അവർ വലിയ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യട്ടെ. അവരെ ഉഖ്റവിയായ ആലിമീങ്ങളാക്കി അള്ളാഹു മാറ്റട്ടെ. നാട്ടുകാർ അതിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ സാന്ദർഭികമായി എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്.